നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയിലേക്ക് പുതിയ ചില അതിഥികൾ വരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ആ അതിഥികൾ? എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ? ഇന്ത്യൻ എയർഫോഴ്സിൽ പുതുതായിട്ട് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുവദിച്ചത് CLRTS-D എന്ന് പറയുന്ന ഡ്രോണാണ്. CLRTS-D എന്ന് പറയുമ്പോഴത്തേക്ക് കൊളാബറേറ്റീവ് ലോങ് റേഞ്ച് ഡിസ്ട്രക്റ്റീവ് ഡ്രോണുകളാണ്. അപ്പം അത് നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ലോയിറ്ററിങ് മുനീഷനാണ്. അതായത് ചെന്ന് ടാർഗറ്റിനെ നശിപ്പിക്കുന്ന ഒരു നമ്മുടെ ബ്രഹ്മോസ് പോലെ കൃത്യമായി ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് ആ ബ്രഹ്മോസ് മിസൈലാണ്. ഇതിപ്പോൾ ലോയിറ്ററിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഇതിനകത്ത് വഹിക്കാൻ പറ്റും. ഇത് ഡ്രോൺ ആകുമ്പോഴത്തേക്ക് കൂടുതൽ വിവിധ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പോകാൻ കഴിയും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഞ്ചാണ്. റേഞ്ച് ഏകദേശം 1100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്നും വിക്ഷേപിച്ച് കഴിഞ്ഞാൽ ബോംബെ വിമാനത്താവളം തകർക്കാൻ പറ്റുന്ന അത്ര ദൂരം ഇതിന് സഞ്ചരിക്കാൻ. ബോംബെ എന്ന് പറയുന്ന ദൂരപരിധി അത്രയുണ്ട്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ആ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. ഇത്രയും ദൂരത്ത് നിന്ന് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന് 2 മോഡിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് C2 മോഡെന്ന് പറയും, കമാൻഡ് ആൻഡ് കൺട്രോൾ മോഡാവും, ഇല്ലെങ്കിൽ ഓട്ടോണമസ് ആവും. അപ്പം അത് സ്വയം അതിനകത്ത് കാര്യങ്ങൾ നിശ്ചയിക്കാനുള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട്. അപ്പോൾ അതിന് നിർമ്മിത ബുദ്ധി ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ ഇല്ലാതെ വർക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ജാമിങ് വന്നു കഴിഞ്ഞാലും, അതായത് ഇലക്ട്രോണിക് വാർഫെയർ നമ്മൾ ഇതിനെ ജാം ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും പ്രവർത്തിക്കാനും ഉള്ള കപ്പാസിറ്റി അതിനകത്തുണ്ട്. അതായത് ഈ നൂല് പൊട്ടിയ പട്ടം പോലെ ഇതാവത്തില്ല. നൂല് പൊട്ടിയാലും അതിൻ്റെ സ്വന്തം നിയന്ത്രണം അത് ഏറ്റെടുക്കും. അതിനകത്ത് കമാൻഡ് ആൻഡ് കൺട്രോൾ ഇല്ലാന്ന് സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത് അതിനകത്ത് വേറെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ട. അതിനാകെ കിട്ടുന്നത് അതിൻ്റെ ടാർഗറ്റ് മാത്രം കിട്ടിയാൽ മതി, അതങ്ങ് പൊയ്ക്കോളൂ. അത്രയ്ക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല എത്ര ശക്തിയുള്ള ഇലക്ട്രോണിക് വാർഫെയറിനെയും ഭേദിക്കാനുള്ള ഒരു പ്രത്യേക കഴിവും കൂടെ ഈ ക്ലാസ് ഡ്രോൺസിന് ഉള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇത് നമ്മൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇത് ചില ഏരിയകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഒന്ന്, നമ്മുടെ ഇലക്ട്രിക്കൽ ഗ്രിഡ് കംപ്ലീറ്റ് വേണമെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. കാര്യം ഒരു നഗരത്തെ നശിപ്പിക്കുന്നതിന് പകരമാണ് അതിൻ്റെ ഇലക്ട്രിക് ഗ്രിഡ് മാത്രം നശിപ്പിച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പവർ പ്ലാന്റുകൾ, ഇലക്ട്രിക്കൽ ഗ്രിഡ്സ് ഇതൊക്കെ നശിപ്പിക്കാൻ പറ്റും. എയർബേസ് നശിപ്പിക്കാൻ പറ്റും. റഡാർസ് കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ പറ്റും. പിന്നെ ഈ നമ്മുടെ ഹാർഡ് ഷെൽട്ടേഴ്സ് നശിപ്പിക്കാനുള്ള ഒരു കഴിവ് കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമിക്കടിയിലുള്ള ബങ്കറുകൾ തകർക്കാനുള്ള കഴിവ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മിനി മൾട്ടി ലെവൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം എന്നുള്ള രീതിക്ക് നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സ് മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആർമിക്കും ഈ ഫെസിലിറ്റി നേവിക്കും ഒക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അക്വിസിഷനിലോട്ടാണ് ഇന്ത്യ പോകുന്നത്. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇന്ത്യയുടെ ജനറൽ പറഞ്ഞു, അടുത്ത യുദ്ധം ഈ യുദ്ധം പോലെ ആയിരിക്കില്ല. കാര്യം ഓരോ യുദ്ധവും കഴിയുമ്പോഴത്തേക്കും ആ യുദ്ധത്തിൻ്റെ വെപ്പണറി ഔട്ട്ഡേറ്റഡ് ആവും. കാര്യം ശത്രുവിന് മനസ്സിലാവും ഇത് നമ്മുടെ ഏതോ വെപ്പൺ ഉപയോഗിച്ചതെന്ന്. അടുത്ത യുദ്ധം വരുമ്പോഴത്തേക്ക് പുതിയ ആയുധങ്ങൾ എന്ന് വെച്ചാൽ പഴയ ആയുധങ്ങൾ നമ്മൾ ഒബ്സലീറ്റ് ആക്കി കളയുന്നതെന്നല്ല, പക്ഷേ പുതിയ ആയുധങ്ങൾ നവീകരിക്കും. പുതിയ ശത്രു പ്രതീക്ഷിക്കാത്ത പുതിയ ആയുധങ്ങൾ നമ്മൾ കരുതുകയും നമ്മുടെ ആവനാഴിയിൽ പുതിയ ആയുധങ്ങൾ ഉണ്ടാവുകയും അത് കൃത്യമായിട്ട് പ്രയോഗിക്കാനുള്ള തന്ത്രം നമ്മൾ മെനയുകയും ചെയ്യുമെന്നാണ്. അതായത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ആർമി, നമ്മുടെ നേവി, നമ്മുടെ എയർഫോഴ്സ് അപ് ടു ഡേറ്റ് ആണ്. എന്ന് മാത്രമല്ല നിരന്തരം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം ടെക്നോളജി ദിവസവും മാറുകയാണ്. കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ടെക്നോളജി ദിവസവും മാറുകയാണ്. ഇത് പോയിട്ട് അടുത്ത പുതിയ അതിഥികളായിട്ട് വരുന്നത് 6 എയർബസുമായിട്ട് ചേർന്നിട്ട് 6 320
6A321 വിമാനങ്ങൾ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ ഏറ്റവും പുതിയ അവാക്സ് സിസ്റ്റം അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. അതായത് അവാക്സ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലി വാർണിംഗ് സിസ്റ്റമാണ്. നമുക്ക് ആകാശത്ത് ഇത് പറക്കുമ്പോഴത്തേക്ക് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അവാക്സ് സിസ്റ്റത്തിലുള്ള വിമാനത്തിലാണ് ഒരു യുദ്ധത്തിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. കാര്യം നമ്മൾ ശരിക്കും ആകാശത്ത് നമ്മളൊരു വാർ റൂം വാർ തിയേറ്റർ അങ്ങ് സെറ്റ് ചെയ്യാണ്. അതിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സാധാരണ ട്രാൻസ്പോർട്ട് വിമാനമാണ്. ഈ ട്രാൻസ്പോർട്ട് വിമാനത്തിനെ മാറ്റിയിട്ട് ഇതിനെ ഒരു വാർ റൂമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻ അത് അവിടെ ഇരുന്നാണ് കൺട്രോൾ മുഴുവൻ. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടൈം എടുക്കുന്നതാണ്. ഏകദേശം ഒരു 5 വർഷം കൊണ്ടാണ് ഇത് 2030 ആകുമ്പോഴത്തേക്ക് 2 എണ്ണമേ ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ 2035 ആകുമ്പോഴത്തേക്ക് ഇത് 6 എണ്ണം നമുക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മളൊരു പ്രത്യേക ഷിഫ്റ്റ് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇന്ത്യയുടെ ഇത് സ്പെയിനിൽ നിന്നാണ് നമുക്ക് ഈ വിമാനങ്ങൾ വരുന്നത്. ഇവിടെ നമുക്ക് ഡിഫൻസ് സെക്ടറിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് ഈ അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങളിലോട്ട്, അമേരിക്കയും UK പോയിട്ടുള്ള രാജ്യങ്ങൾ ഒഴിച്ചുള്ള രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ലീനേജ് ഉള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ സ്പെയിനിൽ നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കും. അതായത് അമേരിക്കൻ കമ്പനികളെ നമ്മൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ അകറ്റി നിർത്തുകയാണെന്ന് പറയാം. അതെ, ഒഴിവാക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ബോയിങ്ങിൽ നിന്ന് ഡിപ്പെൻഡൻസി മാറ്റിയിട്ട് നമ്മൾ എയർബസിലോട്ട് വരികയാണ്. ഇപ്പോൾ യൂറോപ്യൻ വേൾഡിൽ തന്നെ ഒരു നല്ലൊരു ഡിവൈഡുണ്ട്. അമേരിക്കയും മറ്റ് സഖ്യരാജ്യങ്ങളും ഫ്രാൻസും സ്പെയിനും പോലുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രസീൽ ഒരു ഡിവിഷൻ അവിടെ പ്രകടമാണ്. അതെ, ബ്രസീൽ നമ്മുടെ ബ്രിക്സിൻ്റെ കൂടെ ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതെ, ഏഷ്യൻ രാജ്യങ്ങൾ. അപ്പോൾ ഇത് തമ്മിലൊരു, അപ്പോൾ നമ്മൾ ടെക്നോളജിക്ക് നമ്മൾ പ്രത്യേകിച്ചും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ടെക്നോളജി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക്, ഓർഡേഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ വളരെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ ആ ഓർഡർ കൊടുക്കുന്നത്. ശകലം പക്ഷപാതം നമ്മൾ കാണിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ അല്ല, ഇന്ത്യക്കാരന്റെ പണം കൊണ്ട് ഇന്ത്യയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയെ നമ്മൾ സഹായിക്കേണ്ട, അവരെ വളർത്തേണ്ട കാര്യമില്ല. അല്ല, അമേരിക്ക മാത്രമല്ല, അമേരിക്കയുടെ കൂടെ അവർ പറയുന്നത് പോലെ കേൾക്കുന്ന UK-യും കാനഡയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ നമ്മൾ ഒരു ഷിഫ്റ്റ് നടത്തിയിട്ട് കഴിയുന്നതും ഫ്രാൻസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നയമാണ് നമ്മൾ ഡിഫൻസ് പർച്ചേസിൽ ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് പൈസ ചിലവുണ്ട്, ഇതിനൊക്കെ പൈസ ആവശ്യമുണ്ട്. നമുക്ക് 4000 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്. നമ്മൾ 2 രാജ്യങ്ങൾക്ക്, ആ രാജ്യങ്ങളുടെ പേര് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ അത് നേരത്തെ ഇത് ബ്രഹ്മോസ് നമ്മൾ വിൽക്കുകയാണ്. 4000 കോടി രൂപയുടെ ബ്രഹ്മോസാണ് നമ്മൾ വിൽക്കുന്നത്. ഈ വിൽക്കുന്നത് ഏത് രാജ്യമാണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. നമ്മളിന്ന് ആൾറെഡി ബ്രഹ്മോസ് വാങ്ങിച്ചതാണ്. അതെ, നമ്മൾ ബ്രഹ്മോസ് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളത്, ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫിലിപ്പീൻസാണ്. പിന്നെ സാധ്യതയുള്ളത് ഇന്തോനേഷ്യയും വിയറ്റ്നാമും ഇതിനു വേണ്ടി ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ചില കേന്ദ്രങ്ങൾ പറയുന്നത് ഇന്തോനേഷ്യയ്ക്കും വിയറ്റ്നാമിനാണെന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഒരു ഊഹം വരുന്നത് ഫിലിപ്പീൻസ് വാങ്ങിച്ച സ്ഥിതിക്ക് അവർ റിപ്പീറ്റ് ഓർഡർ ചെയ്തതായിരിക്കാനാണ് സാധ്യതയുണ്ട്. കാര്യം ഫിലിപ്പീൻസ് ചൈനയിൽ നിന്നും ധാരാളം ത്രെട്ട് നേരിടുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ചൈനയ്ക്കെതിരായിട്ട് വിന്യസിക്കുന്നു എന്ന നിലയ്ക്ക് ഇന്ത്യക്കും ചെന്നെത്തപ്പെടാൻ പറ്റാത്ത സ്ഥലമുണ്ടെങ്കിൽ അത് ചെന്നെത്താൻ നമുക്ക് ഫിലിപ്പീൻസിന് ഉപയോഗിക്കാമെന്നുള്ള ഒരു തന്ത്രവും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫിലിപ്പീൻസിനോടായിരിക്കും ഇന്ത്യക്ക് കൂടുതൽ ആഭിമുഖ്യം. ഇനി വിയറ്റ്നാം ആയിക്കൂടെന്നില്ല, വിയറ്റ്നാം അമേരിക്കയും തമ്മിൽ വാക്കറ്റ്സിലാണ്. അതേപോലെ ഇന്തോനേഷ്യയ്ക്കും കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. പൊതുവിൽ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ കൈകോർക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഫിലിപ്പീൻസിനും അല്ലെങ്കിൽ വിയറ്റ്നാമിനുമാണ് നമ്മൾ സാധ്യത കാണുന്നത്. എന്തായാലും പുതിയ അതിഥികൾ വരട്ടെ, നമുക്കവരെ സ്വാഗതം ചെയ്യാം. ഇന്ത്യയുടെ കരുത്ത്, സൈനിക കരുത്ത്, ഡിഫൻസ് എക്സ്പോർട്ടിൽ നിന്ന് നമ്മൾ നേടുന്ന പൈസ നമുക്ക് പൈസയേക്കാൾ ഒരുപാട് വലുതാണ്. അതെ, കാര്യം നമ്മൾ ഹാർഡ് ഏൺഡ് മണിയാണ്. നമ്മൾ ഇത്രയും കാലം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു, ഇത്രയും 75 വർഷം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ തിരിച്ച് വാങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് വലിയ നേട്ടം, ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.